പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ എല്ലാം ചെയ്തിട്ട് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീഡിയോ ചെയ്യാനും വർക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബെഡ്റൂമിലെ ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നീട് എന്താ ചെയ്യേണ്ടതുള്ള മെറ്റൽ ബോക്സ് വെക്കൽ, അതായത് വയറിങ് പോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ലൈറ്റ് ഫിറ്റിങ്സ്, അതുപോലെ ലൈറ്റ് സ്വിച്ച് ബോർഡ് ഫിറ്റിങ്സ്, അങ്ങനത്തെ വർക്കുകളൊക്കെ പിന്നീടൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് പിന്നീട് ഒരു വീഡിയോ രൂപത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ ഒരു ബെഡ്റൂമിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരവസരത്തിൽ വേറെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വയറിങ്ങിൻ്റെയും അതുപോലെ ലൈറ്റ് ബോർഡിൽ സ്വിച്ച് കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ വീഡിയോ പിന്നീട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ബോർഡെല്ലാം ഫിറ്റ് ചെയ്തത് എങ്ങനെയൊക്കെയാണ്, അതുപോലെ ഇതിൻ്റെ മെഷർമെൻറ്റ്, അതൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിങ് ഒക്കെ നോക്കാം. അപ്പോൾ ഈ റൂമിൻ്റെ ഏകദേശം എല്ലാ വർക്കുകളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ബെഡ് വരുന്നത്. അതിപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങും ക്ലീനിങ്ങും വർക്കായിട്ട് കുറച്ച് മുമ്പ് നീക്കി വെച്ചാണ്. ഇതിൻ്റെ ഹെഡ് ബോർഡ് സൈഡ് ഇവിടെ ഇല്ല, ഹെഡ് സൈഡ്. അതിൻ്റെ രണ്ട് സൈഡിൽ ലെഫ്റ്റും റൈറ്റും രണ്ട് സൈഡിലും സ്വിച്ച് ബോർഡ് ഉണ്ട്. മാത്രമല്ല അതുപോലെ ഇവിടെ ഒരു വാൾ ലൈറ്റ്, അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫിറ്റ് ചെയ്യാകുമ്പോഴുള്ളൊരു വീഡിയോ നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താം. ഇതിനൊക്കെ സ്റ്റിക്കർ, മാസ്കിൻ ടാപ്പ് വെച്ചിട്ടുണ്ട്. ഇത് പെയിൻറ്റിങ് ചെയ്യുന്നതുകൊണ്ട് മാസ്കിൻ ടാപ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്വിച്ച് ബോർഡിൽ എന്തൊക്കെയാണ് ലൈറ്റ്, അതൊക്കെ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, കൺട്രോളിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് സ്വിച്ച് ബോർഡ് നോക്കാം. ഇതൊരു 8 മൊഡ്യൂളാണ് വെച്ചിട്ടുള്ളത്. 8 മൊഡ്യൂൾ. ഇവിടെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് യൂണിവേഴ്സൽ സോക്കറ്റ്. ഇതാകുമ്പോൾ നമുക്ക് സ്ക്വയർ പിന്നും അതുപോലെ റൗണ്ടും എല്ലാം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ 3 പിന്ന് കൊടുത്തിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, അതൊക്കെ ബോറാവും. അപ്പോൾ ഈ രീതിയിലുള്ള സ്വിച്ച് ബോർഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എല്ലാ ബാക്കിയുള്ള സ്പെഷ്യൽ ലൈറ്റുകൾക്കൊക്കെ നമ്മൾ കഴിയുമ്പോൾ നെയിമിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയും ചെയ്യും. അല്ലെങ്കിൽ ഓരോന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കേണ്ടി വരും. ഇതപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഹാങ്ങിങ് ലൈറ്റ്, ഇതൊരു കോവ് ലൈറ്റ്, ഇതൊരു ടി വി 2 വേ കൺട്രോളാണ്. അതുകൊണ്ടാണ് മുകളിൽ 2 പുള്ളിയായിട്ട് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ടി വി 2 സൈഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുപോലെ ഫുഡ് ലാമ്പ്, അതും 2 സൈഡിലും കൺട്രോൾ ചെയ്യാം. ഇത് ഡൗൺ ലൈറ്റ്, അതായത് സീലിങ്ങിലെ മെയിൻ ലൈറ്റ്. അങ്ങനെയാണ് ഈ ഒരു സൈഡിൽ നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 8 മൊഡ്യൂളിൽ ഇത് 1 വേ കൺട്രോളാണ്. ഈ ഹാങ്ങിങ് ലൈറ്റും കോവ് ലൈറ്റും. ഈ ബാക്കി 3 2 വേ കൺട്രോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. 2 പുള്ളി മുകളിൽ താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ കോവ് ലൈറ്റ് എന്ന ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുള്ളത് ഇത് നമ്മൾ സീലിങ്ങിൽ ഇവിടെ കണ്ടില്ലേ, ഒരു അഡ്ജ്, നമ്മൾ സീലിങ്ങിൽ 2 അഡ്ജായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് നീളത്തിൽ. ഈ ബാക്ക് സൈഡിൽ ഒരു ഷാഡോ ലൈറ്റ് കിട്ടും. അതിനാണ് ഈ കോവ് ലൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അത് പലയിടത്തും പല രീതിയിലായിരിക്കും പറയാം. പിന്നെ ഒന്ന് ഹാങ്ങിങ് ലൈറ്റ്. ഹാങ്ങിങ് ലൈറ്റ് പിന്നെ ഇവിടെ തന്നെ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ കവറിട്ട് കെട്ടിയിട്ടാണുള്ളത്. ഇവിടെ പെയിൻറ്റിങ്ങും പുട്ടി വർക്ക് അങ്ങനത്തെ ഒക്കെ ആയതുകൊണ്ട് ഇതിന് പെയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. ഇതൊരു സെറ്റാണ്, 2 എണ്ണമാണ്. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ 2ഉം സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ വെക്കണം. വളരെ വെയിറ്റ് വളരെ കുറവാണ്. ഇതിൻ്റെ LED ഉണ്ടോ, ഏറ്റവും പുറത്താണ് റൗണ്ടിൽ, ഈ ഒരു സൈഡിൽ വന്നിട്ട്. അപ്പോൾ ഈ ഔട്ടർ ലൈനാണ് നമുക്ക് വെളിച്ചമായിട്ട് കിട്ടുക. വാം കളറാണ് ഇതിൻ്റെ വെളിച്ചം. ലൈറ്റ് നല്ല ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാണ്. രാത്രിയിലൊക്കെ ചെറിയൊരു ബാക്കിയൊക്കെ എല്ലാ ലൈറ്റുകളും മെയിൻ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഇത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാവും. അതാണ്. അപ്പോൾ ഇതാണ് ഈ ഹാങ്ങിങ് ലൈറ്റ്. നെക്സ്റ്റ് നമുക്ക് ഈ സൈഡിലുള്ള ഈ ഒരു സ്വിച്ച് ബോർഡിൽ എന്തൊക്കെയായിരുന്നു നോക്കാം. ഇതൊരു 6 മൊഡ്യൂളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ മൊഡ്യൂൾ കണ്ട 2 4 6 6 മൊഡ്യൂൾ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഡൗൺ ലൈറ്റ്, ഈ ഫുഡ് ലാമ്പ്, TV 3 2 വേ. അപ്പുറം സൈഡിലും നമ്മൾ 3 2 വേ കൊടുത്തിട്ടുണ്ടല്ലോ. അതെന്തായാലും ഇപ്പോൾ ഫസ്റ്റത്തെ 3 എണ്ണം 2 വേ കൊടുത്ത്. ഡൗൺ ലൈറ്റ്, ഫുഡ് ലാമ്പ്, TV. അതിനുശേഷം റീഡിംഗ് ലാമ്പ്. ഈ റീഡിംഗ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൾ ലൈറ്റ്, അത് നമ്മൾ റീഡിംഗ് ലാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോയർ ലൈറ്റ്.
ഫോയർ ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡോറ് ഓപ്പൺ ആക്കിയിട്ട് കയറി വരുമ്പോൾ അവിടെ തന്നെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് ഓണാക്കിയിട്ട് അങ്ങോട്ട് പുറത്ത് പോകണമെങ്കിൽ ഇവിടുന്ന് ഓണാക്കാം. പിന്നെ അവിടുന്ന് ഡോർ തുറന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് സെൻസർ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ടൈമർ വെച്ചിട്ടാണ് നമ്മൾ അത് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടുപുറത്ത് ഒരു USB പോർട്ട്, അത് സ്വിച്ച് ഇല്ലാതെ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളത്. കാരണം അത് ലോഡൊന്നും ഇല്ലല്ലോ, DC കൺട്രോൾ തന്നെ. അതുകൊണ്ട് പിന്നെ ഔട്ട് DC ആണല്ലോ, സ്വിച്ച് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു 6 മൊഡ്യൂളിൽ നമ്മൾ സ്വിച്ചസ് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് 3 സ്വിച്ചും 2 വേ, അതുപോലെ തന്നെ ആ സൈഡിലും ഫസ്റ്റ് 3 സ്വിച്ച് 2 വേ. അതായത് എപ്പോഴും പെട്ടെന്ന് ആവശ്യമുള്ള സംഭവങ്ങൾ. ഡൗൺ ലൈറ്റ്, ഫുഡ് ലാമ്പ്, TV, ഇതാണല്ലോ കൂടുതൽ യൂസിങ് വരിക. മറ്റ് സ്പെഷ്യൽ ആയതുകൊണ്ട് അത് കുറച്ച് പുറത്താക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ തൊട്ടിപ്പുറത്തൊരു കേബിൾ ഉണ്ട്. ഇത് നമ്മളെ AC-ൻ്റെ തെർമോസ്റ്റാറ്റിന് വേണ്ടിയിട്ടാണ്. VRFൻ്റെ തെർമോസ്റ്റാറ്റിന് വേണ്ടിയിട്ടുള്ള കേബിൾ ഇട്ടാണ്. അതിവിടെ ഒരു തെർമോസ്റ്റാറ്റ് ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്യാനുണ്ട്, ചെയ്തിട്ടില്ല. പിന്നെ ഈ ഡൗൺ ലൈറ്റ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് സീലിംഗ് ലൈറ്റാണ്. ഈ നമ്മളെ സീലിങ്ങിലുള്ള മെയിൻ 2 ലൈറ്റിനെയാണ് ഡൗൺ ലൈറ്റ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ 2 ലൈറ്റാണ് മെയിനായിട്ടുള്ള നല്ല പ്രകാശമുള്ള ലൈറ്റ്. ബാക്കിയൊക്കെ സ്പെഷ്യൽ ലൈറ്റ്. എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ റൂം നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഇവിടെ ഈ 2 സൈഡിൽ ഒരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഈ വാളിലേക്ക് അടിക്കുന്ന രീതിയിൽ. അതുപോലെ ഇവിടെ ഈ വാളിലേക്ക് 2 ഇവിടെ നല്ല നമ്മളെ വാൾപേപ്പർ അതുപോലെ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇവിടെ ഈ ഒരു വാളിൻ്റെ താഴെ നമ്മൾ ഒരു സോക്കറ്റും ഒരു സ്വിച്ചും ഒരു 600 സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തെങ്കിലും ക്ലീനിങ്ങിനോ മറ്റെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാക്യൂം ക്ലീനർ ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു പ്ലഗും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സോക്കറ്റും ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്താണ് നമ്മളെ ഫുഡ് ലാമ്പ് വെച്ചിട്ടുള്ളത്. ഈ ഒരു എൻട്രൻസ് ഏരിയയിൽ ബാത്റൂമിലേക്ക് പോകുന്ന, അതുപോലെ മെയിൻ കയറി വരുന്ന ഒരു ഏരിയയിലാണ് നമ്മളെ ഫുഡ് ലാമ്പ്. ഇതിൻ്റെ സൈസ് 4 മൊഡ്യൂൾ മെറ്റൽ ബോക്സ് വെച്ചിട്ടാണ്. നമ്മൾ ആദ്യം മെറ്റൽ ബോക്സ് വെച്ചിട്ട് ഈ 4 മൊഡ്യൂളാണ് ഇതിൻ്റെ സൈസ്. അതുപോലെ ഈ റൂമിൻ്റെ DB സെപ്പറേറ്റ് ഓരോ റൂമിലും ഓരോ DB സെറ്റാക്കിയിട്ടുണ്ട്. ഈ റൂമിൻ്റെ DB സെറ്റാക്കിയിട്ടുള്ള ഈ കയറി വരുന്ന ഇവിടെ തന്നെ ഒരു വാർഡ്രോബ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഡോറാണ്. ഇതിൻ്റെ ഈ ഷെൽഫിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് നമ്മൾ ഈ DB സെറ്റാക്കിയിട്ടുള്ളത്, ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ ഇവിടെ ഒരു നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് അതുപോലെ ഒരു ഡോറ് പോലെ ആക്കിയിട്ട് ഇത് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മെയിൻ്റനൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആക്കുകയും ചെയ്യാം. ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ലാഡറോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സർവീസ് ചെയ്യേണ്ട രീതിയിൽ എന്തെങ്കിലും നോക്കാനോ ട്രിപ്പായത് ഓൺ ചെയ്യാനൊക്കെ. അപ്പോൾ DB ഒക്കെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. LCB ട്യൂബുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കോണ്ടാക്ടർ വെച്ചിട്ടുണ്ട്. കാർഡിങ് സിസ്റ്റമാണ് ഇവിടെ നമ്മൾ റൂം ചെയ്യുന്നത്. അതായത് കീ കാർഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ടർ പിടിച്ചിട്ട് എല്ലാം സപ്ലൈ കിട്ടുന്ന രീതിയിൽ. അതുപോലെ ഒരു ടൈമർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ കയറി വരുന്ന ഒരു ഫോയർ ലൈറ്റ് നമ്മൾ ടൈമർ വെച്ചിട്ടാണ് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമർ വെച്ചിട്ട് ബാക്കി പിന്നെ നമുക്ക് അവിടെ സ്വിച്ചിലും കൺട്രോൾ ഉണ്ട്. ഇതിന് ഡ്രസ്സിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. DB ഡ്രസ്സിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ റൂമിലെ ഇലക്ട്രിക്കൽ വർക്കും സ്വിച്ച് ബോർഡ് ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.